ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ മാധ്യമങ്ങളെ കാണുകയാണ്. ഉണ്ടായിട്ടില്ല, ഒരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല, ഒരു സാങ്കേതിക പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോ നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അവകാശപ്പെട്ടത് ആലപ്പുഴയിലും വ്യാജ ഡിഗ്രി എന്നുള്ള നിലയിലാണ്. ആലപ്പുഴയിലും വ്യാജ ഡിഗ്രി എന്നുള്ള നിലയിൽ ആ ടൈറ്റിൽ സ്വാഭാവികമായി ബോധപൂർവമാണ് നിങ്ങൾക്കത് കൊടുക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ആലപ്പുഴയ്ക്ക് മുൻപും SFI വ്യാജ ഡിഗ്രി ഉണ്ടാക്കിയിട്ടില്ല, ആലപ്പുഴയിലും SFI വ്യാജ ഡിഗ്രി ഉണ്ടാക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് മുഴുവൻ നിങ്ങൾക്കൊരു RTI സമർപ്പിച്ചു കഴിഞ്ഞാൽ ലഭ്യമാകുന്നതാണ്. നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോഴൊന്നും നിങ്ങളുടെ കൈവശം ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. ഇതൊന്നുമില്ലാതെയാണ് ആ നിലയിൽ നിങ്ങൾ SFIക്കെതിരെ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്ത ഒരു ഘട്ടത്തിൽ അത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് അത് തിരുത്തുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ മാധ്യമങ്ങളെ തയ്യാറായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത് ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ 2 ദിവസം ആ വിദ്യാർത്ഥിയെ കള്ളനാക്കി വീണ്ടും. അപ്പൊ അത് അല്ല, അങ്ങനെ ആയിരുന്നില്ല, അത് വ്യാജ ഡിഗ്രി അല്ല എന്ന് പറയുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതോടൊപ്പം തന്നെയുള്ള നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുന്ന രണ്ടാമത്തെ ഒരു വിഷയം കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സെനറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സെനറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച MSFന്റെ ഒരു നേതാവ് അമീൻ റാഷിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സെനറ്റിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ഏക മാനദണ്ഡം കാലിക്കറ്റ് സർവകലാശാലയിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ റെഗുലർ വിദ്യാർത്ഥി ആയിരിക്കണം എന്നുള്ളതാണ്. അമീൻ റാഷിദിനെ സംബന്ധിച്ച് കഴിഞ്ഞ 1 വർഷത്തിന് മുകളിലായി അദ്ദേഹം പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിൽ ദിവസവേതനം കൈപ്പറ്റി 1 വർഷത്തിന് മുകളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ കഴിഞ്ഞ 1 വർഷത്തിന് മുകളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒപ്പിട്ട് ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് റെഗുലർ വിദ്യാർത്ഥി ആയിരിക്കാൻ കഴിയില്ല. അദ്ദേഹം റെഗുലർ വിദ്യാർത്ഥിയല്ല. സർവകലാശാലയിൽ സമർപ്പിക്കപ്പെട്ട രേഖകൾ പ്രകാരം, അദ്ദേഹത്തിന്റെ നോമിനേഷൻ ഫോം അടക്കം പ്രകാരം അദ്ദേഹം 2ാം സെമിസ്റ്റർ BA എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. ഈ 1ാം സെമിസ്റ്റർ നടക്കുമ്പോഴും 2ാം സെമിസ്റ്റർ നടക്കുമ്പോഴും അദ്ദേഹം ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം റെഗുലർ വിദ്യാർത്ഥിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ കോളേജിലെ പ്രിൻസിപ്പൽ, അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. റെഗുലർ വിദ്യാർത്ഥി അല്ലാത്ത ഇങ്ങനെ പഞ്ചായത്ത് ജീവനക്കാരനായിട്ടുള്ള ആളെ സെനറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തരുത്, ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാലയ്ക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 2 ദിവസമായി ഈ പരാതി നിലനിൽക്കുന്നുണ്ട്. അപ്പോ ആലപ്പുഴയിൽ കണ്ടതുപോലെ, അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ടതുപോലെ നിങ്ങളുടെ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം ഈ വിഷയത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയായ നിലയല്ല. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ വസ്തുത പുറത്തേക്ക് എത്തിക്കുന്ന ആളുകളാണ് എങ്കിൽ, അപ്പൊ ഞങ്ങൾ ഇതിൽ പറഞ്ഞപ്പോ ഏഷ്യാനെറ്റ് പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ്, ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്ന കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ്. ആ മാധ്യമ സ്ഥാപനം ഇപ്പൊ നിങ്ങളൊക്കെ കൊടുത്ത വാർത്തകളുണ്ട്, അതിൽ 2 കാർഡ്. ഒന്ന്, ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെന്റും ഇല്ലാതെ വ്യാജ ഡിഗ്രിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്ന ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് കൊടുത്ത കാർഡ് ഇതാണ്. ആലപ്പുഴ SFIയിലും വ്യാജ ഡിഗ്രി, ആലപ്പുഴ SFIയിലും വ്യാജ ഡിഗ്രി എന്ന് പറയുന്ന കാർഡാണ് ഏഷ്യാനെറ്റ് പ്രസിദ്ധീകരിച്ചത്. രണ്ടാമത്, കാലിക്കറ്റ് സർവകലാശാലയിലെ വിഷയം ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തിൽ ഇദ്ദേഹം ജോലി ചെയ്ത അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഓർഡറിന്റെ നമ്പർ ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ നിയമനം എക്സ്റ്റെൻഡ് ചെയ്ത നമ്പർ ഉൾപ്പെടെ അദ്ദേഹം അവിടെ ജോലി ചെയ്തു എന്നുള്ളതിന്റെ തെളിവുകളടക്കം പുറത്തേക്ക് വരുമ്പോഴും ആ വിഷയത്തിൽ ഏഷ്യാനെറ്റിന്റെ വാർത്ത കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് വിവാദത്തിലെന്നാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ തട്ടിപ്പിനെല്ലാ തെളിവും പുറത്തു വരുമ്പോഴും അത് വിവാദമാകുകയാണ്. SFIക്കെതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വാർത്ത നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ അത് വ്യാജ ഡിഗ്രിയും SFI തട്ടിപ്പാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ മുതൽ മാതൃഭൂമിയിൽ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുക. മാതൃഭൂമി വലിയ തോതിൽ രോക്ഷപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക രാവിലെ മുതൽ. ഞങ്ങൾ നിങ്ങളോടൊന്നും വ്യക്തിപരമായിട്ടൊരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ രോക്ഷം, എന്തുകൊണ്ട് നിഖിൽ തോമസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാവിലെ തൊട്ട് മാതൃഭൂമിയിലെ വാർത്ത. എന്തുകൊണ്ട് നിഖിൽ തോമസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? നിഖിൽ തോമസ് ചെയ്ത ക്രൈം എന്താ? അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോ വ്യാജ ഡിഗ്രി, നിങ്ങളുടെ മുൻപിൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസം വന്നു. KSUവിന്റെ സംസ്ഥാന കൺവീനറുമായി ബന്ധപ്പെട്ട്
അദ്ദേഹത്തിന്റെ പേരുള്ള കേരള സർവകലാശാലയിൽ നിന്ന് ആ സർവകലാശാല അടക്കമത് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ആ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പുറത്തു നിന്ന് നിങ്ങളെ കയ്യിലെത്തി. നിങ്ങൾ ഈ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ വേണ്ടി പോകുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടി പോകുന്നതോ, അല്ലെങ്കിൽ ഇദ്ദേഹം ജോലി ചെയ്തു എന്ന് പറയുന്ന ആലപ്പുഴയിലെ ഈ പറഞ്ഞ സ്ഥാപനത്തേക്ക് നിങ്ങൾ ചെല്ലുന്നതിന് വേണ്ടിയിട്ട് ഒന്നും തയ്യാറായിട്ടില്ല. അപ്പൊ ഈ നിലയിൽ നിങ്ങൾ SFIക്കെതിരെ ഒരു തെളിവുമില്ലാത്ത ഒരു അടിസ്ഥാനവുമില്ലാത്ത വിഷയങ്ങൾക്ക് വലിയ പ്രചാരം കൊടുക്കുന്നതിന് വേണ്ടിയും SFI എന്തോ മോശമാണ് എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയും മറിച്ച് വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളെ, ആരോപണങ്ങളെ വേണ്ട വിധത്തിൽ സമൂഹത്തിൽ ചർച്ചയാക്കുന്നതിന് വേണ്ടിയും തയ്യാറാകുന്നില്ല. ഇത് ഇരട്ടതാമാണ്, ഇത് ശരിയായിട്ടുള്ള മാധ്യമ പ്രവർത്തനമല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും തിരുത്തുന്നതിന് വേണ്ടിയും നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇപ്പോ നിഖിൽ തോമസിന്റെ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തിയ ആരോപണമല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുണ്ട്. ആ പ്രശ്നം ഈ പറഞ്ഞ വിദ്യാർത്ഥി അവിടെ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയ ഡോക്യുമെന്റ് വെച്ച് അവിടെ പഠിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഈ വിദ്യാർത്ഥിക്ക് അവിടെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നോ? അത് ഗൗരവമുള്ള വിഷയമാണല്ലോ. കായംകുളത്തല്ല, ഈ കലിംഗയിൽ ഈ വിദ്യാർത്ഥിക്ക് UGC പറയുന്ന മാനദണ്ഡ പ്രകാരമുള്ള അറ്റൻഡൻസ് ലഭ്യമായിരുന്നു. അപ്പൊ അറ്റൻഡൻസിന്റെ ഡോക്യുമെന്റ് എന്തായാലും ആ വിദ്യാർത്ഥിയുടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പരിശോധിക്കാനും കഴിയില്ല. അപ്പൊ നിങ്ങളത് പരിശോധിക്കണം. നിങ്ങൾ ഒരു RT 10 രൂപ ചെലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റൻഡൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് രേഖ കിട്ടും. അപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിലൊരു സർവകലാശാലയിലും മതിയായ അറ്റൻഡൻസ് ഇല്ലാതെ UGCയും സർവകലാശാലയും നിഷ്കർഷിക്കുന്ന മാനദണ്ഡം പാലിക്കാതെ ഒരു വിദ്യാർത്ഥിക്കും അടുത്ത സെമസ്റ്ററിലേക്ക് കടക്കാനും കഴിയില്ല, കോഴ്സ് പൂർത്തീകരിക്കാനും കഴിയില്ല. കലിംഗ യൂണിവേഴ്സിറ്റിയിൽ അത് സാധ്യമാകുന്നുണ്ടോ? കലിംഗ യൂണിവേഴ്സിറ്റി ഛത്തീസ്ഗഡിലാണ്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. SFI സംസ്ഥാന ഭാരവാഹികൾക്ക് അങ്ങ് ഛത്തീസ്ഗഡിലുണ്ട് പിടി എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറിച്ചൊന്നും പറയാനില്ല. കേരളത്തിന് പുറത്തെ സർവകലാശാലകളെ സംബന്ധിച്ച് ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ കലിംഗ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ, അറ്റൻഡൻസ് ലഭിക്കാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ? ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നു. ഈ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അയാൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പരിശോധിക്കാം. അങ്ങനെ അറ്റൻഡ് ചെയ്യാത്തൊരു വിദ്യാർത്ഥിക്ക് കേരളത്തിന് പുറത്തെ സർവകലാശാലയുടെ സ്ഥിതി ഇതാണോ? കോൺഗ്രസ് ഉൾപ്പെടെ BJP ഉൾപ്പെടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർവകലാശാലകൾ ഈ നില, കേരളത്തിൽ അങ്ങനെ ഒരു സർവകലാശാലയും കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവില്ല. നിങ്ങളൊക്കെ കേരളത്തിലെ സർവകലാശാലകളിൽ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അത്തരം സർവകലാശാലകൾ പുറത്ത് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ പരിശോധന നടക്കണം. അത്തരം സർവകലാശാലകളുള്ള ആ പരിസരത്തേക്ക് പോലും പോകാത്ത വിദ്യാർത്ഥി, ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന സർവകലാശാലകൾ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന സർവകലാശാലകൾ തന്നെ, കലിംഗ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അത് പരിശോധിക്കണം. റെഗുലർ കോഴ്സാണ് ഇയാൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതായത് 2013 UGC വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരാൾക്ക് ഒന്നിലധികം ഡിഗ്രി എടുക്കാം, ഒരേ സമയത്ത് എടുക്കാം. പക്ഷെ ഒരു ഡിഗ്രി ക്യാൻസൽ ചെയ്യണം. 2 ഡിഗ്രിയും ഒരുമിച്ച് 2 ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് പോകാൻ വേണ്ടി കഴിയില്ല. 1 ഡിഗ്രി ക്യാൻസൽ ചെയ്യണം. അത് 2022 മാറ്റി. 2022 പുതിയ അവസാനത്തെ UGCയുടെ റെഗുലേഷൻ പ്രകാരം ഒന്നിലധികം ഡിഗ്രി ആവാം. ഈ പറഞ്ഞ വ്യക്തി കേരളയിൽ ഉണ്ടായിരുന്ന ഡിഗ്രി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഒന്നും എനിക്ക് തോന്നുന്നു 18 ശേഷമാണ്. 19 അദ്ദേഹം 2018 ആണ്. 2018 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം കായംകുളം MSM കോളേജിലെ വിദ്യാർത്ഥിയാണ്. അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായി മത്സരിച്ച് വിജയിച്ച ഒരാളാണ്. സ്വാഭാവികമായും വിജയിച്ച ഒരാൾ നോമിനൽ റോളിനകത്ത് പേരുണ്ടാവും. ഇപ്പോ നോമിനൽ റോളിനകത്ത് പേരുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായി വിജയിച്ച ആൾക്ക് സർവകലാശാല യൂണിയനിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ഒരു സാങ്കേതിക പ്രശ്നമില്ല, ഒരു സാങ്കേതിക തടസ്സമില്ല. ഇപ്പോ ഏറ്റവും ലേറ്റായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് MG സർവകലാശാലയാണ്. ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറ്റവും ലേറ്റായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് MG സർവകലാശാലയാണ്. MG സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു വർഷം മുൻപുള്ള UGCമാരെ വോട്ട് ചെയ്യേണ്ടതും മത്സരിക്കേണ്ടതും. അവരെ സംബന്ധിച്ച് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. കോഴ്സ് കഴിഞ്ഞ് മറ്റേതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ പഠിത്തം നിർത്തി മറ്റു ജോലിക്ക് ഉൾപ്പെടെ പോയിട്ടുണ്ടാവും. അത്തരം ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ വൈകി വരുന്നതിന്റെ ഭാഗമായിട്ട് നോമിനൽ റോളിൽ ഉൾപ്പെട്ട ആൾക്ക് മത്സരിക്കാൻ കഴിയും. നോമിനൽ റോളിനകത്ത് ഉൾപ്പെട്ട ഏതൊരാൾക്ക്, ഏതൊരു യൂണിവേഴ്സിറ്റി 2018 ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം തൊട്ടടുത്ത വർഷമായിരിക്കും ഡിഗ്രി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കലിംഗ യൂണിവേഴ്സിറ്റിയിലാണ്. തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർക്ക് മത്സരിക്കാം. തെരഞ്ഞെടുക്കപ്പെട്ട നോമിനൽ റോളിനകത്ത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള കൌൺസിലർക്ക്
യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏക യോഗ്യത ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ ആയിരിക്കണം. അദ്ദേഹത്തിന്റെ പേര് ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആളാണ്. അങ്ങനെ വിജയിച്ച നോമിനൽ റൂളിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് സാങ്കേതികമായും നിയമപരമായും തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കാൻ കഴിയും. SFI ജില്ലാ കമ്മിറ്റിക്കകത്ത് ആളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഈ പറഞ്ഞ് നിങ്ങളൊക്കെ ഉയർത്തി അല്ലെങ്കിൽ ഈ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് പരിശോധിക്കും. ഇപ്പൊ എടുത്തു ചാടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ അവിടെ ഒരു ഒഴിവിട്ടിട്ടുണ്ട്. ഈ വിഷയം പരിശോധിച്ചതിന് ശേഷം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് സംഘടനയ്ക്കകത്ത് ഉണ്ടാവില്ല, ഒഴിവാക്കി പോകും. അല്ല, ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ബോധ്യപ്പെടാതെ പറഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ പരിശോധിച്ചതിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഈ അവിടെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോ SFIക്കെതിരെ വന്നൊരു ആരോപണം SFI മാത്രം പരിശോധിച്ച് അവസാനിപ്പിക്കുകയല്ലോ, മറ്റൊരു അന്വേഷണം വേണമെന്നോ യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണം വേണമെന്നോ ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തിയ ആരോപണം, ഇതിൽ ആരോപണം കൊണ്ടുവന്ന മാധ്യമങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഡിഗ്രി വ്യാജമാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പരിശോധിച്ചു, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജല്ല, ഒറിജിനലാണ്. അദ്ദേഹത്തിന്റെ ഓരോ സെമിസ്റ്ററിലെയും മാർക്ക് ലിസ്റ്റുകൾ ഞങ്ങൾ പരിശോധിച്ചു. ഒരു മാർക്ക് ലിസ്റ്റ് പോലും വ്യാജല്ല, ഒറിജിനലാണ്. അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ PGക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. കലിംഗയിൽ എടുത്ത ഡിഗ്രിയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. ആ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ പരിശോധിച്ചു, അത് വ്യാജല്ല, ഒറിജിനലാണ്. 2021. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിഖിലിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. ആലപ്പുഴയിലെ നിഖിലിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമല്ല എന്ന് SFI പറയുകയാണ്. രേഖകൾ പരിശോധിക്കാതെയാണ് വാർത്ത നൽകിയത്. SFIയെ ആക്രമിക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങൾക്കടക്കം ഉണ്ടാകുന്നത് എന്നും നിയമവിരുദ്ധ ക്രമക്കേട് MCOM പ്രവേശനത്തിന് ഉണ്ടായിട്ടില്ല. നിഖിലിന്റെ ഡിഗ്രി അത് കൃത്യമായുള്ളതാണ്, നിയമപരമാണ് എന്നാണ് SFI പറയുന്നത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. കോവളത്ത് നിന്ന് കല്യാണത്തിന് മുൻപ് പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് പോലീസ് കൊണ്ടുപോയ സംഭവത്തിൽ വഴിത്തിരിവ്. കോടതി ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ച അഖിലും ആൽഫിയയും അവരുടെ രണ്ടുപേരുടെയും വിവാഹം നാളെ നടക്കും. അതേസമയം കായംകുളം പോലീസ് മോശമായാണ് പെരുമാറിയതെന്ന് അഖിലും ആൽഫിയും പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ അവർക്കൊപ്പമുണ്ട്. ഉമേഷ്, രണ്ടുപേരും ഇന്നലെ വലിയ വിഷമത്തിലായിരുന്നു, ഇപ്പോൾ അവർ വലിയ സന്തോഷത്തിലാണെന്ന് അറിയുന്നു. നമുക്ക് ചോദിച്ചറിയാം അവരോട് എന്തൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായും അവരാണ് എല്ലാ കാര്യങ്ങളും പറയേണ്ടതും. അഖിൽ, ആൽഫിയ രണ്ടുപേരും ഇന്നലെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ്. ഇന്നലെ ക്ഷേത്രത്തിൽ വിവാഹം കഴിക്കാനായി എത്തിയതാണല്ലേ, രണ്ടുപേരും എത്തിയതായിരുന്നു. അവിടെ നിന്നാണ് ആൽഫിയെ ബന്ധുക്കൾ പോലീസും ചേർന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. ബാക്കി കാര്യങ്ങൾ അവർ പറയാം. എങ്ങനെയാണ് ആൽഫിയ, എന്താണ് സംഭവിച്ചത്? വൈകിട്ട് 5 മണിക്ക് താലി കെട്ടാൻ വേണ്ടിയിട്ട് കോവിൽ പോയിരുന്നു. അപ്പോൾ പോലീസുകാർ വന്നിട്ട് 2 ജീപ്പിലാണ് വന്നത്. പോലീസുകാർ കോവിലിനകത്ത് ഷൂ ഇട്ടും കയറിയിട്ട് അതിക്രമിച്ചാണ്. എന്നെ ചെരുപ്പ് പോലും ഇടാൻ സമ്മതിച്ചില്ല. അതിക്രമിച്ച് വലിച്ചിറക്കി മോശമായിട്ട് ഭയങ്കരമായിട്ട് പെരുമാറിയിട്ടാണ്. എന്തെങ്കിലും പറഞ്ഞ മോശമായി കേരടിന്നും എടീന്ന് വിളിച്ച് സംസാരിക്കുകയും വലിച്ച് കയറ്റി ജീപ്പിനകത്ത് ഇട്ടുകൊണ്ടാണ് പോയത്. നേരെ ഇങ്ങോട്ടാണ് കൊണ്ടുപോയത്? കോവളം സ്റ്റേഷനിലാണ്. അവിടെ ചെന്നിട്ട് സ്റ്റേഷനകത്ത് കയറ്റിയിട്ടില്ല, ജീപ്പിനകത്ത് തന്നെ ഇരുത്തിയിട്ട് എൻ്റെ വീട്ടിലെ കാറിനകത്തോട്ട് വലിച്ച് ബലം പ്രയോഗിച്ച് വലിച്ചിറക്കി കയറ്റിയത്. അതായത് കോവളത്തുനിന്ന് നേരെ കായംകുളത്തേക്ക് കൊണ്ടുപോയത് ആൽഫിയുടെ വീട്ടിലെ കാറിലാണ്? ആ വീട്ടിലെ കാറിലാണ്. അതിനകത്ത് 3 പോലീസുകാരുണ്ടായിരുന്നു. അവരാണെങ്കിൽ ആ ലേഡി കോൺസ്റ്റബിൾ അല്ല എന്നെ പിടിച്ചത്. അത് വേറെ എൻ്റെ വീട്ടിലൊരാളും പിന്നെ അവിടെ നിന്നൊരു പോലീസുകാരനോട്. അയാൾക്ക് യൂണിഫോം പോലും ഇല്ലായിരുന്നു. അയാളുടെ കൈ പിടിച്ച് വലിച്ച് കേറടിയെന്നും പറഞ്ഞിട്ട് വലിച്ച് വീണ്ടും കയറ്റി കൊണ്ടുപോയത്. കായംകുളം സ്റ്റേഷനിൽ കൊണ്ടാക്കി. ആൽഫിയയുടെ കുടുംബാംഗങ്ങളെല്ലാം ഒരു മാൻ മിസ്സിങ്, അതായത് കാണാതായി എന്നുള്ള പരാതിയാണ് കൊടുത്തിരുന്നത്. വീട്ടുകാരും അറിയാതെയാണോ ഈ ഇങ്ങനെ എത്തിയത്? എന്തായിരുന്നു അതിന് മുമ്പുള്ള ദിവസം? അറിയാതെയാണ് എത്തിയത്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു, ഞാൻ ഇവൻ്റെ കൂടെയാണ് ഉള്ളതെന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവർ വന്നായിരുന്നു ഇവിടെ. വന്നിട്ട് അവർക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാ. സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതി കൊടുത്തായിരുന്നു അതിനിടയിൽ കോവളം പോലീസ് സ്റ്റേഷനിൽ പോയി എഴുതി കൊടുത്തു. എഴുതി കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തു. ഞാൻ ഇവൻ്റെ കൂടെയാണ് പോകുന്നതെന്ന് എഴുതി കൊടുത്തിട്ടാണ് ഞാൻ വന്നത്.
അത് കഴിഞ്ഞിട്ടാണ് മിസ്സിംഗ് കേസിൻ്റെ ഫയലെന്നും പറഞ്ഞിട്ട് അവർ ഇവിടെ വന്നതും ഇങ്ങനെ അതിക്രമിച്ച് കൊണ്ടുപോവുകയും ചെയ്തത്. അഖില് എന്താണ് സംഭവിച്ചത്? അഖിലിന് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെന്ന് വെച്ചാൽ എൻ്റെ വിവാഹം എന്തിനാണ് നടത്താൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ പോലീസ് എന്ന് വെച്ചാൽ അവിടെ കായംകുളത്ത് എസ് ഐ ആണ് വന്നത്. ഇവിടുത്തെ ജീപ്പിൽ കയറിയിട്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് ഇവള് അതിക്രമിച്ചതിനെ ഇവിടെ കൊണ്ടുപോയത്. അത് നമ്മളെ ഇവിടെ മിസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ മാത്രം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എൻ്റെ കൂടെയല്ലേ, അപ്പോൾ എന്നെയും കൊണ്ടുപോകണമല്ലോ. അത് ചെയ്യാതെ ഇവിടെ മാത്രമായിട്ടാണ് കൊണ്ടുപോയത്. വളരെ മോശമായിട്ട് പ്രവർത്തനമാണ് കാണിച്ചത് അവർ. അഖിലിന് എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും എന്നെ മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളി. ഞാൻ സ്റ്റേഷനിൽ വെച്ച് ഇവിടെ കൈ പിടിക്കാൻ വേണ്ടി അവിടെ എല്ലാ പോലീസും എന്നെ തടഞ്ഞാണ് നിർത്തി. ഒരാൾ പോലും എന്നെ കടത്തി വിടില്ല. കോളം പോലീസും ഉണ്ട്, അവിടെ നിന്ന് വന്നവരും ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവരെ പിറകെ കായംകുളത്തേക്ക് പോവുകയാണ്? പോയിട്ട് ഇന്നലെ മജിസ്ട്രേറ്റ് അഖിലിന്റെ എൻ്റെ അടുത്ത് എന്താ വർക്ക് എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ ആരോടാ പറഞ്ഞാൽ അവിടെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇവിടെ വന്നു. ആ സമയത്ത് അതിനുശേഷം വീട്ടുകാരൊന്നും പറഞ്ഞില്ല? വീട്ടുകാരെ കണ്ടില്ല. പിന്നെ ഞാൻ കാണണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു എന്നെ ആരെ കാണണ്ട, അവർ തന്നെയാണ് എന്നെ കാണണ്ടെന്നും പറഞ്ഞ് പോയത്. പിന്നെ ഓരോന്ന് കുത്തിപ്പൊക്കി വരുമായിരുന്നു. ഇത് വെള്ളിയാഴ്ചയാണ് ആദ്യം നിങ്ങളെ കാണാൻ വരുന്നത് ആൽഫിയുടെ വീട്ടുകാർ. അതിനുശേഷം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് എഴുതി കൊടുക്കുന്നു, എനിക്ക് അഖിലിനോടൊപ്പം താമസിക്കാനാണ് താല്പര്യം. എന്നാൽ അങ്ങനെയല്ലേ? വെള്ളിയാഴ്ച വരുന്നു. ശനിയാഴ്ച അവിടെ സ്റ്റേഷൻ വിളിപ്പിച്ചായിരുന്നു. പിന്നെ ഇപ്പോഴും വിളിപ്പിച്ച് ഞായറാഴ്ച നിങ്ങളുടെ വിവാഹം തീരുമാനിച്ചു. ബന്ധുക്കളെ കുറച്ചുപേരെ കൂടുതൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അപ്പോഴാണ് ഈ രണ്ട് ജീപ്പിലായിട്ട് വന്ന് കായംകുളത്തെ ഇവിടുത്തെ എസ് ഐ എന്നാണ് പറഞ്ഞത്. അവർ തന്നെ ഇവിടെ മോശമായിട്ട് തന്നെ സംസാരിച്ച് ഇറങ്ങടി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പഠിച്ചത് വലിച്ച് ജീപ്പിലിട്ടുകൊണ്ടാണ് പോയത്. ഈ ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനങ്ങൾ, അതായത് വീട്ടുകാരത്തിൽ പോലീസിനെ സ്വാധീനിച്ചെന്നോ അങ്ങനെ? കാരണം പോലീസിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ? എനിക്ക് പാർട്ടിയുടേതായിട്ടുള്ളത് സംശയമുണ്ട്. കാരണം വാപ്പി പാർട്ടിയിലൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് സംശയമുണ്ട് ഇതായിട്ടുള്ള എന്തെങ്കിലും കാണുന്നു. ഏത് പാർട്ടി എന്ന് പറയാൻ? കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അതിന്റെ ഒരു സ്വാധീനം ഒരുപക്ഷെ പോലീസുകാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അല്ലേ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ട്, കാണുമായിരിക്കും. നിങ്ങളെ കേൾക്കാൻ തയ്യാറായോ? ഈ വന്ന പോലീസുകാരെങ്കിലും കേൾക്കാൻ തയ്യാറായോ? അതിക്രമിച്ച് വലിച്ചടിച്ച് കൊണ്ടുപോയത്. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ പൂർത്തിയായതാണ്, അതെല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവളെ വീട്ടിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കൊണ്ടുപോകേണ്ട ആവശ്യം എന്തോ? അതുപോലെ പ്രൂഫ് ഒന്നും എനിക്ക് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. എൻ്റെ ID കാർഡ് അങ്ങനെയുള്ളതൊന്നും തന്നിട്ടില്ല ഇതുവരെ. അതൊക്കെ അവർക്ക് തിരിച്ചു കിട്ടിയേ പറ്റും. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിട്ട് കുറെ കാലമായോ? ഒരു വർഷം. അത് വീട്ടിൽ അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടാണോ നിങ്ങൾ അഖിലിനോടൊപ്പം വരാൻ തീരുമാനിച്ചത്? ആദ്യം അറിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെ എന്നെ അടിക്കുകയൊക്കെ ചെയ്തു, കാരണം തടിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഇപ്പം വീണ്ടും അറിഞ്ഞപ്പം ഇതേപോലെ പഠിത്തം നിർത്തുമെന്ന് പറഞ്ഞു. പഠിക്കണോ വേണ്ടായെന്ന് ഞാൻ തീരുമാനിക്കുന്നത് രാവിലെ ഒരുങ്ങിക്ക് ഇതിനെ ഞാൻ വന്ന് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു. അപ്പം കൊണ്ടുവന്നാൽ എന്നെ എന്തായാലും അവിടെ അടിക്കുമെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് എനിക്ക് പേടി കാരണം ഞാൻ വിളിച്ചത്. അവൻ വന്നില്ല, ഞാൻ സൂസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ വന്നത്. അങ്ങനെ വന്ന് കൊണ്ടുവന്നത്. ഒരു വിവാഹം നിശ്ചയിച്ചു, വിവാഹത്തിന് നടക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങളെ പോലീസ് കൊണ്ടുപോകണം ബലം പ്രയോഗിച്ച്. അപ്പോൾ സ്വാഭാവികമായി ഇനി പരാതിയുമായിട്ട് പോലീസിനെതിരെ എന്തെങ്കിലും പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ട് പറയാം. എന്നാലും ഇനി വിവാഹം മുടങ്ങിയ വിവാഹം അതിന് എന്താണ്? നാളെ ഇവിടെ KS റോഡ് മാടന്തമ്മ ക്ഷേത്രത്തിൽ വെച്ചാണ് 5 മണിക്ക്. നിങ്ങൾ ഭാവി എന്തായാലും വിവാഹിതരായി ജീവിക്കാൻ പോവുകയാണ്. ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്? നന്നായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതെ, എന്തായാലും കുടുംബാംഗങ്ങളെ വിളിക്കാൻ താല്പര്യമുണ്ടോ? എല്ലാം മറന്നു വരികയാണെങ്കിൽ ഇന്ന് പറഞ്ഞ് പക്ഷെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ. ഇല്ല, വരത്തില്ല. ഇന്നലെ പറഞ്ഞു നിനക്ക് വേറെ എന്ത് വേണേലും ചെയ്യാം, നിനക്ക് പഠിപ്പിക്കേണ്ട പഠിപ്പിക്കാം, വേറെ എന്താണ് ഇവന്റെ കൂടെ വിടത്തില്ലെന്നാണ്. രണ്ട് മതവിശ്വാസികളായതുകൊണ്ടാണ് ഈ ഒരു ആയിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ അങ്ങനെയല്ല. വീട്ടുകാർക്ക് അങ്ങനെയാണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. അങ്ങനെ രണ്ട് മതം വിശ്വാസികളായതുകൊണ്ട് പോകരുത് എന്നുള്ള എന്തെങ്കിലും ഉപദേശങ്ങൾ ഉണ്ട്. പിന്നെ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, അങ്ങനെയല്ല, കുറെ ഉപദേശിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞു, മോശമായിട്ട് പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ശരി, അതാണ് ഉമേഷ്. എന്തായാലും നമുക്കിപ്പോ അവർക്ക് ആശംസ നേരാം. എന്തായാലും നാളെ വിവാഹമാണ്. കോടതി അവർക്ക് അനുകൂലമായിട്ട് മജിസ്ട്രേറ്റ് അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും അവരുടെ വിവാഹം നടക്കുകയുമാണ്. വെറുതെ ഒരു സീൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് അവർ ഒരുപാട് വിഷമിച്ചു. പോലീസ് മോശമായി പെരുമാറി എന്നതിൽ ഇനി എന്തെങ്കിലും നടപടികളുമായി അവർ മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യത്തിന് ആലോചിച്ച് തീരുമാനിക്കാമെന്നാണ് അഖിൽ പറഞ്ഞത്. ഇടവേള.
plus reporters, 67 plus. ആളുകൾ എന്ന രീതിയിലാണ് ഈ ഫോറൻസിക് സർജന്മാർ പ്രവർത്തിക്കുന്നതെന്നാണ് ഈ ഫോറൻസിക് മേഖലയിലുള്ള വെപ്പ്. അതുകൊണ്ട് തന്നെ അത്തരം നിർണായകമായ പല വിവരങ്ങളുമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഉയർത്തുന്നു. ഇക്കാര്യങ്ങൾക്കൊക്കെ പല ഘട്ടങ്ങളിലായി ആശുപത്രി അധികൃതരൊക്കെ മറുപടി നൽകിയെങ്കിൽ പോലും അതിനൊരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അപകടശേഷം 3 ദിവസം അനീഷ് ഈ എബിന്റെ തലച്ചോറിൽ അകത്തും പുറത്തുമായി 120 മില്ലിഗ്രാം രക്തം അത് കെട്ടിക്കിടന്നു എന്ന് പറയുമ്പോൾ ഈ മരണം സംഭവിക്കുന്ന സമയത്തും ഇത്തരത്തിലായിരുന്നു. ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള അപര്യാപ്തതകളും അല്ലെങ്കിൽ ഡോക്ടർമാർ ശ്രദ്ധക്കുറവും അല്ലെങ്കിൽ മനഃപൂർവ്വമായ വീഴ്ചയും ഇതിലേതെങ്കിലും ഒന്ന് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കണം. അങ്ങനെ ഇത്ര ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർക്കണം. ഈ ആശുപത്രി അധികൃതർ ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നല്ലോ ഇക്കാര്യത്തിൽ. ഈ വിശദീകരണവുമായി ഏതെങ്കിലും തരത്തിൽ യോജിക്കുന്നതാണോ ഇപ്പോൾ പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? ആശുപത്രി അധികൃതർ പറയുന്ന പര്യാപ്തമായ എല്ലാ ചികിത്സയും നൽകിയെന്നാണ്. പക്ഷേ അതിനോട് പൂർണ്ണമായും യോജിക്കുന്ന തരത്തിലല്ല ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ അപകടത്തിൽ പെട്ട ഒരാൾക്ക് നൽകുന്ന ചികിത്സയെ പറ്റിയുള്ള ഒരു പ്രോട്ടോകോൾ തന്നെയുണ്ട്. അത് അടിസ്ഥാനമാക്കി ആന്തരിക രക്തസ്രാവം തലച്ചോറിനുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ കട്ടപിടിച്ച അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കുന്നതിന് അനുവദിക്കുന്ന മുമ്പ് തന്നെ പുറത്തേക്ക് രക്തം മാറ്റുന്ന അല്ലെങ്കിൽ രക്തം തലച്ചോറിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ്. ഈ നടപടിക്രമം ഈ എബിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ലെന്ന് കൃത്യമായി തന്നെ ചികിത്സാ രേഖകളിൽ നിന്നും അന്വേഷണ സംഘത്തിന് വെളിവാകുന്നുണ്ട്. ഇതെന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ എബിൻ്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞതുപോലെ ഈ HIV പോലുള്ള പല പരിശോധനകളുമാണ് ആദ്യം അപകടത്തിൽ പെട്ട ശേഷം തന്നെ നടത്തിയത്. കാരണം ഈ മറ്റ് ജീവൻ രക്ഷിച്ചെടുക്കുന്നതിലുപരി ഈ കാത്തിരിക്കുന്ന ആൾക്ക് സ്വീകർത്താവായ ആൾക്ക് ഈ അവയവം ചേരുമോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തിയെന്ന് പറയുമ്പോൾ അത്തരമൊരു ഗുരുതരമായ അലംഭാവം ഈ കേസിൽ വന്നിട്ടുണ്ടോ എന്നതാണ് ഈ സംശയം ഉയർത്തുന്നത്. എന്തായാലും അക്കാര്യവുമായി ബന്ധപ്പെട്ടാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി മാറിയ ഒരു തെളിവ് അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ സംശയങ്ങൾ വരുന്നതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. നമുക്കറിയാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതല്ല, അപകടം നടന്ന 2009 ചെയ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം അത്ര കാര്യക്ഷമമായ ഒരു അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നില്ല എന്നതാണ് ഏറെ അമ്പരപ്പെടുത്തുന്നത്. ലേക്ക് ഷോർ ആശുപത്രിയിലെ അവയവദാന വിവാദത്തിൽ ഉടുമ്പൻചോല സ്വദേശി എബിനോട് ആശുപത്രികൾ ചെയ്ത ക്രൂരതകൾ വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടത്തിന് പോലും പര്യാപ്തമല്ലാത്ത വിധം ഹൃദയം വികൃതമാക്കപ്പെട്ടു. അപകടശേഷം 3 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും എബിന്റെ തലച്ചോറിൽ അകത്തും പുറത്തുമായി 120 മില്ലിഗ്രാം രക്തം കെട്ടിക്കിടന്നു. ആന്തരിക രക്തസ്രാവം ഒഴിവാക്കാൻ ശ്രമമുണ്ടാവാത്തത് ദുരൂഹം. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അവയവങ്ങൾ നീക്കം ചെയ്തതെന്നും അവയവമാറ്റ രേഖകൾ പോസ്റ്റ്മോർട്ടം സമയത്ത് പോലീസ് ഹാജരാക്കിയില്ല. MV ഗോവിന്ദൻ CPMന്റെ അശ്ലീല സെക്രട്ടറി എന്ന KPCC അധ്യക്ഷൻ K സുധാകരന്റെ പരിഹാസം. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പരിഹാസം. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മാന്യതയെങ്കിലും കാണിക്കണമെന്ന് താങ്കളോട് പറയണമെന്നുണ്ട്. പക്ഷേ ആ സ്ഥാനത്തിന്റെ നിലവാരം തന്നെയാണ് താങ്കൾ ഇപ്പോൾ കാണിക്കുന്നതെന്ന് സുധാകരൻ വിമർശിച്ചു. തലച്ചോറിൽ അശ്ലീലം നിറച്ചൊരു തനി ദേശാഭിമാന ലേഖകനായി ഗോവിന്ദൻ അധപ്പതിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, മറുപടി അതേ നാണയത്തിലാണല്ലോ തിരിച്ചും K സുധാകരൻ അടിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്? ഗുരുതരമായ വിമർശനവും അതുപോലെ തന്നെ ശക്തമായ പരിഹാസവുമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ KPCC അധ്യക്ഷൻ ഉയർത്തുന്നത്. അതിന് കാരണം ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു ആരോപണമാണ്, വെളിപ്പെടുത്തലാണ്. അതായത് മോൺസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെട്ട കേസിൽ ആ കേസ് സംഭവം നടക്കുമ്പോൾ കുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ അവിടെ K സുധാകരൻ ഉണ്ടായിരുന്നു എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഗുരുതരമായ ആരോപണം. ദേശാഭിമാനി വാർത്ത ഉദ്ധരിച്ചാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ക്രൈംബ്രാഞ്ച് സംഘം, ഈ അന്വേഷണ സംഘം അപ്പോൾ തന്നെ തൊട്ടു പിന്നാലെ ആ ആരോപണം തള്ളിക്കളഞ്ഞു. ഇതോടുകൂടി CPM സംസ്ഥാന സെക്രട്ടറി വെട്ടിലാകുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശക്തമായ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രംഗത്ത് വരുന്നത്. രൂക്ഷമായ വിമർശനം K സുധാകരൻ ഉന്നയിക്കുന്നു. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അദ്ദേഹം ഈ വിഷയം തന്നെയാകും സ്വാഭാവികമായും
ഉന്നയിക്കുക. ഏതായാലും ഈ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ ശ്രദ്ധയിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുധാകരൻ അതിന്റെ കേസെടുത്തില്ല? ഇപ്പോൾ കേസ് വിചാരണ പൂർത്തിയായി പ്രതിയെ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പോക്സോ കേസിൽ സ്വാഭാവികമായും ആ സംഭവ സ്ഥലത്ത് സുധാകരൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും പ്രതി ചേർക്കപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ വിവരമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് അതിന് തയ്യാറായില്ല? പിന്നെ എങ്ങനെയാണ് ഈ രഹസ്യ മൊഴിയിലെ വിവരങ്ങൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ലഭിക്കുന്നത്? 164 സ്റ്റേറ്റ്മെന്റ് അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട കോടതി രേഖയാണ്. അതിലെ വിവരങ്ങൾ അങ്ങനെ ഒരു രേഖ ഉണ്ടെങ്കിൽ പോലും എങ്ങനെ പുറത്തു വന്നുവെന്ന ചോദ്യം ഉയർന്നു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന അദ്ദേഹം ഒരു പത്രത്തിൽ വന്ന വാർത്തയെന്ന് പറഞ്ഞ് കൈകഴുകാൻ ശ്രമിച്ചുവെങ്കിലും അത് ആ രീതിയിൽ അവസാനിക്കുന്ന വിഷയമാകുമെന്ന് തോന്നുന്നില്ല. കാരണം ആ രീതിയിൽ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇത് നിയമപരമായ ഒരു പ്രശ്നം കൂടി സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അരുൺ, അതാണ് മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസാണ്. ഇപ്പോൾ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയും KPCC അധ്യക്ഷനും തമ്മിലാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അത്രത്തോളം വലുതാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു മറുപടി അശ്ലീല സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിലുള്ള മറുപടി വരുമ്പോൾ അത് ഏത് രീതിയിലാകും CPM ഇനി പ്രതിരോധിക്കുക? CPM നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിലേക്കൊക്കെ പോകില്ലേ? കൂടുതൽ ചർച്ചകൾക്ക് ഇത് വഴിവെക്കില്ലേ? തീർച്ചയായും ഒരു വാർത്ത കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉന്നയിക്കാവുന്ന ഒരു ആരോപണമായി ഇതിനെ കാണാൻ കഴിയില്ല. കാരണം അതീവ ഗുരുതരമായ ആരോപണമാണ്. പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെടേണ്ടയാളാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന ലക്ഷ്യത്തോടെയുള്ള വിമർശനമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയത്. സ്വാഭാവികമായും അത്തരമൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെന്തെങ്കിലും ആധികാരികത ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ CPM ഭരിക്കുമ്പോൾ ആ അന്വേഷണ പോലീസിന്റെ ഉദ്യോഗസ്ഥർ തന്നെ ആ ആരോപണത്തെ പാടെ തള്ളിക്കളയുന്നത് CPM സംസ്ഥാന സെക്രട്ടറിക്ക് വലിയ തിരിച്ചടിയായി. തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. പകരം പറഞ്ഞത് വാർത്താ മാധ്യമങ്ങൾ വന്നതനുസരിച്ചാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നാണ്. ആ വാർത്ത വന്ന മാധ്യമം CPM-ന്റെ മുഖപത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വന്ന ഒരു വാർത്തയെ ആധാരമായിക്കൊണ്ട് ആ വാർത്തയുടെ മാത്രം അടിസ്ഥാനത്തിലാണോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്? ഒന്നുകിൽ അദ്ദേഹം ആ വാർത്ത വായിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അന്ന് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നു, അന്ന് അതിൽ സുധാകരനെ പ്രതികരിക്കുന്നതിൽ അന്ന് അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവർക്കോ വീഴ്ച പറ്റി എങ്കിൽ അത് ഇതിനേക്കാൾ വലിയൊരു ഗുരുതരമായ കുറ്റകൃത്യമായി മാറും. എവിടെയാണ് വീഴ്ച പറ്റിയത്? ഏതായാലും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ഒരു ആരോപണത്തിലൂടെ അക്ഷരാർത്ഥത്തിൽ സർക്കാരിന് കൂടി ഒരു പ്രതിസന്ധി കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എങ്കിൽ ഇത്തരമൊരു ഗുരുതരമായ സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഒരു നടപടിയിലേക്ക് പോയില്ല എന്ന ചോദ്യം ഉയർന്നു വരും. അങ്ങനെയല്ല, ദേശാഭിമാനി വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ CPM സംസ്ഥാന സെക്രട്ടറി ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചതെങ്കിൽ അതിന് അദ്ദേഹവും സർക്കാർ കൂടി മറുപടി പറയേണ്ടത്. ഇന്നലെ MV ഗോവിന്ദന്റെ ഈ വലിയ രൂക്ഷമായ ഗൗരവമായ ഈ വിമർശനത്തിന് ശേഷം കെ സുധാകരന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ശക്തമായ ഭാഷയിൽ അല്ലെങ്കിൽ രൂക്ഷമായ ഭാഷയിലല്ലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. എന്താണ്, അന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ എൻ്റെ അടുത്തുണ്ടായിരുന്നു അന്ന്, ആ രീതിയിലുള്ള പ്രതികരണമായിരുന്നു സുധാകരൻ നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് കൃത്യമായി എഴുതി തയ്യാറാക്കിയ ഒരു ലേഖനം അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുമ്പോൾ, ഈ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് കച്ചകെട്ടി ഇറങ്ങുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഈ രീതിയിൽ കോൺഗ്രസിനെ ആക്രമിക്കുന്നതിനെതിരെ എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും സ്വാഭാവികമായും ഇത്തരമൊരു ആരോപണം വരുമ്പോൾ ഒരുപക്ഷെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഒരു ഞെട്ടലോടെയാകും അതിനെ ആ വാർത്തയെ കേട്ടത്. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അത്തരമൊരു നേതാവാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു അടിസ്ഥാനവുമില്ലാതെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമോ എന്ന സംശയം വാർത്ത വന്ന ആദ്യ മണിക്കൂറിൽ സ്വാഭാവികമായി ഉയർന്നിരുന്നു. അതിനുകൂടി അതേ പ്രതിഫലമാണ് കെ സുധാകരന്റെ ഇന്നലെ അശ്വതി സൂചിപ്പിച്ച പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതല്ല കാര്യങ്ങൾ. അത്തരത്തിൽ ഒരു മൊഴിയുമില്ലെന്ന് അന്വേഷണ സംഘം തന്നെ തള്ളിപ്പറഞ്ഞതോടുകൂടി പന്ത് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ കോർട്ടിലായി. അവർ കൃത്യമായ ഒരു ആയുധമായി അത് മനസ്സിലാക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറിക്കാണ് പിഴവ് പറ്റിയത്. ഒന്നുകിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ അദ്ദേഹം ദേശാഭിമാനി വാർത്ത വിശ്വസിച്ച് അതിന് പ്രതികരിച്ചു. എന്ത് വന്നാലും അത് രാഷ്ട്രീയമായി കോൺഗ്രസിന് UDF-ന് വലിയ ആയുധമാണ്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ അധ്യക്ഷനെയാണ് ഈ രീതിയിലൊരു ആരോപണത്തിലൂടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആരോപണത്തിലൂടെ അദ്ദേഹത്തെ അവഹേളിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഒന്ന് MV ഗോവിന്ദനാണ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കാണ്. മറ്റൊന്ന് സർക്കാരിനാണ്, ആഭ്യന്തര വകുപ്പിനാണ്. ആ ഒരു കൃത്യമായ രാഷ്ട്രീയ തിരിച്ചറിവ് തന്നെയാണ് ഇന്ന് KPCC അധ്യക്ഷന്റെ
ഫേസ്ബുക്ക് കുറിപ്പ്. അതിനപ്പുറത്തേക്ക് അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം രൂക്ഷമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കും. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആരോപണം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അശ്ലീല മനസ്സുള്ള വ്യക്തി എന്ന ഗുരുതരമായ പരിഹാസമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക്. നമുക്കറിയാം, നേരത്തെ MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ അദ്ദേഹത്തെ കാര്യമായി കടന്നാക്രമിക്കാത്ത ഒരു നിലപാടായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം പൊതുവിൽ സൗമ്യനായ സാത്വികനായ ഒരു നേതാവായി അറിയപ്പെടുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ തുടർച്ചയായ ചില പരാമർശങ്ങൾ, ഇടപെടലുകൾ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നു. അന്നൊക്കെ മുഖ്യമന്ത്രിയെ പല കാര്യങ്ങളിലും പരിചാരുമ്പോഴും MV ഗോവിന്ദൻ ഇതിലേക്ക് തിരുത്തൽ ശക്തിയെ വരണം എന്നൊരു സന്ദേശം കൂടി പലപ്പോഴും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ ചില പരാമർശങ്ങൾ അത് പിഴവുകളായി പിന്നീട് മാറുന്നു. പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തിരിച്ചടിയാകുന്നുവെന്ന വിലയിരുത്തൽ പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഈ ഒരു കാര്യത്തെ കാണുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അത് തങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാണെന്ന് അവർ തിരിച്ചറിയുന്നു. അത് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അരുൺ, ഒരു കാര്യം കൂടി, CPM ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നലെ MV ഗോവിന്ദൻ ഈ വാർത്താ സമ്മേളനത്തിൽ ഈ വലിയ ഗുരുതരമായ ആരോപണം KPCC അധ്യക്ഷനെതിരെ ഉന്നയിക്കുമ്പോൾ മാധ്യമങ്ങളടക്കം എടുത്തു ചോദിച്ചിരുന്നു എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു കേസ് പെട്ടെന്ന് ആ സമയത്ത് സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള ആരോപണം താങ്കൾ ഉന്നയിക്കുന്നതെന്ന്. പക്ഷെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അത് ഞാനൊരു പത്രത്തിൽ വായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന്. അത്തരത്തിൽ MV ഗോവിന്ദൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെയൊന്നും നമുക്ക് കരുതാൻ കഴിയുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ MV ഗോവിന്ദൻ ഒരു തിരുത്തൽ പാർട്ടിക്ക് വേണ്ടി വരുമോ? പാർട്ടി ആ രീതിയിൽ MV ഗോവിന്ദൻ നേരിട്ട് തിരുത്തുമെന്ന് കരുതാൻ വയ്യ. ഇന്നലെ ഈ വിവാദത്തിന് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മുഹമ്മദ് റിയാസ് MV ഗോവിന്ദനെ പൂർണ്ണമായും പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തെ വട്ടമിട്ട് ആക്രമിക്കാൻ, അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. അതിന് കഴിയില്ല, അദ്ദേഹത്തെ അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല എന്ന പരാമർശവുമായി ഇതേ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരുന്നു. ഇനി ഏതെങ്കിലും നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ, അല്ലെങ്കിൽ MV ഗോവിന്ദൻ തന്നെ തനിക്ക് പറ്റിയത് പിഴവാണെന്ന് സമ്മതിക്കാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ വീണ്ടും ഈ ആരോട് തോർത്തീർക്കുമോ എന്നൊക്കെ അറിയേണ്ടി വരും. അദ്ദേഹം ഇന്നൊരു നിർണായകമായ CPM ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അവിടെ നിന്ന് സ്വാഭാവികമായ അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അശ്വതി, എന്തായാലും FB പോസ്റ്റിലൂടെയാണ് സുധാകരൻ MV ഗോവിന്ദനെതിരെ പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത്. അശ്ലീല സെക്രട്ടറി എന്ന് തന്നെയാണ് കൃത്യമായ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ഗൗരവമുള്ള വിഷയം. ഇത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ഇരു പാർട്ടികളും ആലോചിക്കുന്നത് എന്നിരിക്കെ ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് MV ഗോവിന്ദന്. K സുധാകരൻ. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇതിന്റെ ഒരു നിയമപരമായ വശം അതും കൂടി നമ്മൾ ഈ സമയത്ത് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. MV ഗോവിന്ദനെതിരെ ഇന്നലെ ഇത്തരത്തിലൊരു കേസ് പോയിരുന്നു. മറ്റ് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാകും? നിയമപരമായി നേരിടാനുള്ള തീരുമാനം അതെങ്ങനെയാണ്? സ്വാഭാവികമായും അപകീർത്തികരമായ പരാമർശമാണ് ഈ ആരോപണം വ്യാജമെങ്കിൽ, തെറ്റെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസിന്റെ അധ്യക്ഷനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം നീങ്ങും. ഇന്നലത്തിന്റെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുണ്ട്. നിയമപരമായ മറ്റു നടപടികളിലേക്കും കോൺഗ്രസ് നേതൃത്വം കടക്കുമെന്ന ഉറപ്പാണ്. ഒന്നുകിൽ MV ഗോവിന്ദൻ പരാമർശം പിൻവലിക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനെ സാധൂകരിക്കുന്ന, അതിനെ തെളിയിക്കാൻ കഴിയുന്ന രേഖകൾ അദ്ദേഹത്തെ ഹാജരാക്കേണ്ടി വരും. ഇത് എന്താണ് അതിൽ CPMന്റെ തുറന്നീക്കം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനനുസരിച്ച് കൂടിയാകും പ്രതിപക്ഷത്തിന്റെ നിയമപരമായ മുന്നോട്ട് പോക്ക്. ഏതായാലും പ്രതിപക്ഷം ഇപ്പോൾ തങ്ങൾക്ക് വലിയൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഇതിനെ കാണുകയാണ്. ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത പിഴവ് CPM സംസ്ഥാന സെക്രട്ടറി ഭാഗത്ത് സംഭവിച്ചു. അതിന് അദ്ദേഹം രാഷ്ട്രീയമായും നിയമപരമായും മറുപടി പറയേണ്ടി വരുന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിലുള്ളത്. തലച്ചോറിൽ അശ്ലീലമുള്ള തനി ദേശാഭിമാനി ലേഖകൻ എന്നാണ് FB പോസ്റ്റിൽ K സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റിജിൽ മാക്കുറ്റി നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ റിജിൽ മാക്കുറ്റി, MV ഗോവിന്ദൻ ഇന്നലെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണ്, ആരോപണമാണ് KPCC അധ്യക്ഷനെതിരെ ഉയർത്തിയതെങ്കിൽ ഇന്ന് മറുപടി നൽകിയിരിക്കുന്നത് FB പോസ്റ്റിലൂടെയാണ്. കൃത്യമായി എഴുതി തയ്യാറാക്കിയ പരിഹാസം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായും MV ഗോവിന്ദനെ പോലെയുള്ള ഒരു പാർട്ടി സെക്രട്ടറി അദ്ദേഹം വഹിക്കുന്ന പദവിയോട് ഒരു തരത്തിൽ മാന്യത പുലർത്താത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. മനസാവാച കർമ്മണ പങ്കില്ലാത്ത ഒരു വിഷയത്തിനകത്ത്
164 സ്റ്റേറ്റ്മെന്റിനകത്ത് കെ സുധാകരന്റെ പേര് പറഞ്ഞു എന്നുള്ള വ്യാജ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം കൂട്ടുപിടിച്ച ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയാണ്. അത്തരമൊരു വാർത്തയെ വെച്ചുകൊണ്ട് KPCC അധ്യക്ഷനെ പോലെ ഒരാളെ അപമാനിക്കാനും അദ്ദേഹത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കാനും ഉള്ള ശ്രമം നടത്തി ഒരു പാർട്ടി സെക്രട്ടറിയോട് ഈ രൂപത്തിലല്ലാതെ ഏത് രൂപത്തിലാണ് പ്രതികരിക്കാൻ സാധിക്കുക? അദ്ദേഹം ഒരു മഞ്ഞപത്രക്കാരന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആ രൂപത്തിലേക്കാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അതിനെതിരെയുള്ള ശക്തമായ രൂപത്തിൽ വിമർശനം തന്നെയാണ് ശ്രീ കെ സുധാകരൻ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് വ്യക്തിഹത്യ നടത്തുക എന്നത് ഗോവിന്ദൻ മാഷയുടെ ആദ്യത്തെ നിലപാടല്ല. സാജൻ പാറയിൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിന്റെ ഭാര്യ മുനിസിപ്പൽ ചെയർപേഴ്സണായ ആന്തൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചു അതിന്റെ പെർമിഷനുമായി പോയപ്പോൾ അത് കൊടുക്കാതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തെ കുടുംബത്തെയും തേജോവധം ചെയ്ത ഒരാളാണ് ഗോവിന്ദൻ മാസ്റ്റർ. തന്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ആത്മഹത്യ ചെയ്തൊരു പാർട്ടി സഖാവായ ഒരു മനുഷ്യന്റെ ഭാര്യയെയും കുടുംബത്തെയും അപമാനിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു നികൃഷ്ട മനസ്സിന്റെ ഉടമയായ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന യാതൊരു മടിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് കേരളത്തിലെ CPM-ഉം പാർട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെ അഴിമതിക്കകത്ത് പൂണ്ടുകിടക്കുകയാണ്. ഒരു ഭാഗത്ത് CPM-ന്റെ DYFI SIVക്കാർ തട്ടിപ്പ് കേസും അതോടൊപ്പം ആൾമാറാട്ടവും വ്യാജ സർട്ടിഫിക്കറ്റും എല്ലാം നിർമ്മിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്കെതിരായി വ്യാജ ആരോപണങ്ങളും കള്ളക്കേസുകളും എടുത്തുകൊണ്ട് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഗോവിന്ദൻ മാഷ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രീ കെ സുധാകരൻ നൽകിയത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. റിജിൽ മാക്കുറ്റി, ഇത്തരത്തിലൊരു കേസ് വരുന്നു. അതായത് മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരന്റെ വീട്ടിൽ KPCC അധ്യക്ഷൻ ഇരിക്കുന്നത് അടക്കമുള്ള ഫോട്ടോകൾ ചിത്രങ്ങളൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കുന്ന നിലയിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കും, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇത്തരത്തിലൊരു പശ്ചാത്തലം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നവരോട് എന്താണ് മറുപടി പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയാം. മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഈ തട്ടിപ്പുകാരൻ, അയാൾ തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ ശ്രീ കെ സുധാകരൻ അവിടെ പോയത്? ആ തട്ടിപ്പുകാരന് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് പൊതുസമൂഹത്തിന് മുമ്പിൽ അയാൾക്ക് സെലിബ്രിറ്റി പരിവേഷം കൊടുത്തത് ആരായിരുന്നു? കേരളത്തിലെ പോലീസ് ചീഫായിട്ടുള്ള DGP ആയിട്ടുള്ള ലോകനാഥ് ബെഹ്റ, ADGP ആയിട്ടുള്ള മനോജ് എബ്രഹാം, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അയാളുമായി സംസാരിക്കുകയും അവിടെ എല്ലാ പരിപാടിയിൽ പങ്കെടുക്കുന്ന എത്രയോ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള ചാനൽ അയാളുടെ ചെമ്പ് തകിടുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ആധികാരികമായി ചെമ്പ് രേഖയുണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അയാളെ പരിചയപ്പെടുത്തി കൊടുത്ത് കൈരളി ചാനലാണ്. ദേശാഭിമാനി വാർത്ത കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ചോദ്യം അപ്പോൾ തിരിച്ചു ചോദിക്കും, അങ്ങനെയുള്ളവർ അങ്ങനെയെങ്കിൽ ഇത് തട്ടിപ്പാണെന്ന് അവർക്കും അറിയില്ലായിരുന്നെങ്കിലോ? തീർച്ചയായും അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് കെ സുധാകരൻ അവിടെ പോയത്. കെ സുധാകരൻ മാത്രമല്ലല്ലോ പോയത്, അയാളുടെ വീടിനകത്തേക്കും അദ്ദേഹത്തിന്റെ ആ സ്ഥലത്തേക്ക് അദ്ദേഹം പോയത് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കെ സുധാകരൻ നിഷേധിച്ചിട്ടില്ല, അദ്ദേഹം പോയിട്ടുണ്ട്. ആ പോയത് തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. അപ്പൊ ആ തട്ടിപ്പുകാരനെ അറിഞ്ഞത് പിന്നെയാണ്, അയാളുടെ മറ്റു കാര്യങ്ങൾ പുറത്തു വന്നത് പിന്നെയാണ്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു തട്ടിപ്പുകാരനല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരാളുടെ സ്ഥലത്ത് പോയതിന്റെ പേരിൽ അയാൾ ചെയ്ത എല്ലാ കുറ്റത്തിന്റെയും പേരിൽ ഈ കെ സുധാകരനെ മാത്രം പഴിചാരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലാക്കോടുകൂടിയാണ്. അതുമാത്രമല്ല, സാമ്പത്തിക ആരോപണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കക്ഷി ചേർത്തത്, അല്ലെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സിദ്ദിഖ് പാർ എന്ന് പറയുന്ന ഈ പണം കൊടുത്ത ആള് കെ സുധാകരന് യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി തേജോവധം ചെയ്യാനാണ് ഇത്തരം ശ്രമം നടത്തിയെന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഇതിനകത്ത് CPM-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഷമീർ എന്ന് പറയുന്ന ഒരു DYFI-കാരൻ, അയാൾ പാർട്ടിയുമായി ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ശ്രീ കെ സുധാകരൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷനെ പൊതുമധ്യത്തിൽ തേജോവധം ചെയ്യാൻ ഒരു വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു. അത് നടപ്പാവില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ ആരോപണങ്ങളായി മുന്നോട്ട് വരുന്നത്. 164 സ്റ്റേറ്റ്മെന്റിനകത്ത് ഇല്ലാത്ത കാര്യം ക്രൈംബ്രാഞ്ച് തന്നെ നിഷേധിച്ചല്ലോ. അത്തരം ഒരു ആരോപണമില്ല, അത്തരം സ്റ്റേറ്റ്മെന്റ് ഇല്ല, അത്തരം മൊഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊരു കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നുള്ളത് CPM-ന്റെ എക്കാലത്തെയും നയമാണ്. ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലു എന്നുള്ള ഏറ്റവും നികൃഷ്ടമായ നിലപാടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എടുത്തത് എന്നതാണ് സുധാകരനെതിരെ ഇന്നലെ MV ഗോവിന്ദൻ ഉന്നയിച്ചത്. രാഷ്ട്രീയപരമായി മാത്രമല്ല, വ്യക്തിപരമായി കൂടി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇന്നലെ ആ പരാമർശം അദ്ദേഹം നടത്തിയത്. ആ പെൺകുട്ടിയുടെ വീട്ടിൽ പീഡനം നടക്കുന്ന സമയത്ത് അവിടെ കെ സുധാകരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തെ വ്യക്തിപരമായി കൂടി ബാധിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തെ എല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണല്ലോ ഉന്നയിച്ചത്. കോൺഗ്രസ് ഏത് രീതിയിലാണ് ഇതിനെ നേരിടുക? ഇപ്പോൾ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് കൊണ്ടോ ഇതിന് മറുപടി പറഞ്ഞതുകൊണ്ടോ മാത്രമാണോ, അല്ലെങ്കിൽ നിയമപരമായ പോരാട്ടം അതെങ്ങനെയായിരിക്കും?
ബഹുമാനായ ശ്രീ KPC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അദ്ദേഹം നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോയിട്ട് DGPക്കും അതുമായി ബന്ധപ്പെട്ട് മാനനഷ്ടത്തിന് ഉൾപ്പെടെ കേസ് കൊടുക്കാനുള്ള വളരെ കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതൊരു കേവലം ഒരു രാഷ്ട്രീയ ആരോപണമായി ഞങ്ങൾ തള്ളില്ല. ശക്തമായി MV ഗോവിന്ദനെ കൊണ്ട് ഇതിന് മറുപടി പറയിച്ച് മാത്രമേ മുമ്പോട്ട് പോകും. വ്യക്തിഹത്യ നടത്തുക എന്നുള്ളത് അത് എക്കാലത്തെ CPM-ന്റെ ഒരു നയമാണ്. ആ നയത്തിലേക്ക് ഒരു പാർട്ടി സെക്രട്ടറി മാറി അധപ്പതിച്ചിരിക്കും. CPM പോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇതിൽ അധപ്പതിക്കാൻ മറ്റൊരു കാര്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ രൂപത്തിലുള്ള നിയമ പോരാട്ടങ്ങളുമായി പാർട്ടിയും KPCC അധ്യക്ഷനും മുന്നോട്ട് പോകും എന്ന സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. ശരി, വളരെയധികം നന്ദി. ശ്രീ റിജുൽ മാക്കുറ്റിയാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഇത് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. കെ സുധാകരന്റെ വിശ്വസ്തൻ എബിനെതിരെ ആരോപണവുമായി മോൺസൺ കേസിലെ പരാതിക്കാരൻ ഷമീർ. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ എബിൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. എബിനെതിരായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നും ഷമീർ പറഞ്ഞു. ബഹുമാനപ്പെട്ട MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു അറിവിലോ അത്തരത്തിലൊരു വാദഗതി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അത്തരത്തിൽ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് പീഡനക്കേസുമായി ബന്ധപ്പെട്ടോ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ള ഒരു ആക്ഷേപമോ അഭിപ്രായമോ ഞങ്ങൾക്ക് അത്തരത്തിൽ ഏതെങ്കിലും ഒരു മൊഴിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതായിട്ടുള്ള അറിവോ ഞങ്ങൾക്കില്ല. മോൺസന്റെ അക്കൗണ്ടിൽ നിന്നും കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ ഈ PA എന്ന് പറയുന്ന എബിൻ എബ്രഹാം മാസപ്പടി വാങ്ങാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. അത് ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൊടുക്കും. കൂടാതെ ഈ സുധാകരൻ അനൂപിൽ നിന്ന് പണം വാങ്ങുമ്പോഴും ഈ പറയുന്ന നവംബർ 22, 2018 എബിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. കൂടാതെ അവിടെ 8 തവണ സുധാകരൻ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹമുണ്ട്. ഈ എബിൻ മോൺസന്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രമല്ല, മോൺസന്റെ ജീവനക്കാരനായ ജോഷി, അജിത്ത്, ജെയ്സൺ അതേപോലെ മറ്റ് 2 സ്റ്റാഫുകളുടെ അക്കൗണ്ടിൽ നിന്നും കൃത്യമായി ഇദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ 164 കൊടുത്ത സാക്ഷികളെ ഇദ്ദേഹം സ്വാധീനിച്ചതിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഇദ്ദേഹം കാത്തു നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ അയച്ചു കൊടുത്തുകൊണ്ട് 164 കൊടുത്ത മുൻ ഡ്രൈവർ അജിത്തിനെ വിളിക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ വരെയുണ്ട്. നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി വിവാദത്തിൽ കുറ്റം മാനേജറുടെ തലയിൽ കെട്ടിവെച്ച കോളേജ് ഭരണസമിതി. പ്രവേശനം നടത്തുന്നതിൽ മാനേജർക്ക് വീഴ്ച പറ്റിയെന്ന് MSM കോളേജ് ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഷേഖ് പി ഹാരിസ് പറഞ്ഞു. രേഖകൾ പരിശോധിച്ച് വിലയിരുത്തേണ്ട ഉത്തരവാദിത്വം മാനേജർക്കും പ്രിൻസിപ്പലിനും രാഷ്ട്രീയ ശുപാർശയിലാണ് നിഖിൽ തോമസിന് അഡ്മിഷൻ നൽകിയിട്ടുള്ളതെന്നും ഷേഖ് പി ഹാരിസ് വ്യക്തമാക്കി. ഇപ്പോൾ ഉയർന്നു വന്ന ഈ വിവാദം, ആ വിവാദത്തിൽ പ്രധാനപ്പെട്ട ഉത്തരവാദി മാനേജർ തന്നെയാണ്. സാധാരണ ഒരു വിദ്യാർത്ഥിയല്ല അഡ്മിഷൻ നേടിയിരിക്കുന്നത്. കോളേജിലെ പഠിക്കുമ്പോൾ തന്നെ ഒരു സംഘടനയുടെ നേതാവ് എന്നതിലുപരി കോളേജ് യൂണിയനിലും യൂണിവേഴ്സിറ്റി യൂണിയനിലും ഭാരവാഹിത്വം വഹിച്ച ആളാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഇവിടെ ഡിഗ്രിക്ക് പഠിച്ച കാലയളവിൽ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി വന്ന് MCOM-ന് അഡ്മിഷൻ വാങ്ങുമ്പോൾ അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ആദ്യം പരിശോധിക്കേണ്ടത് മാനേജർ തലത്തിലായിരുന്നു. അവിടെ അദ്ദേഹത്തിന് വീഴ്ച പറ്റി. ആ വീഴ്ചയിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രീയ നേതാവ് ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പളാണ് മറ്റൊരു ഉത്തരവാദി. അദ്ദേഹമാണ് ഇതിന് മറുപടി പറയേണ്ടത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലയളവിലല്ല ഇത് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാനഡയിൽ ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാർ വെടിയേറ്റ് മരിച്ചു. അജ്ഞാതർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. നിരോധിത സിഖ് സംഘടനയായ SFJയുടെ തലവനായിരുന്നു. ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ദേശീയ അന്വേഷണ ഏജൻസി നേരത്തെ നിജ്ജറിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പഞ്ചാബിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കുള്ള നിജ്ജാറിനെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.